ഞാൻ നുസ്രത്ത് ജഹാൻ. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ബംഗ്ലാദേശിലെ തെരുവുകളിൽ നടക്കുന്നത് കണ്ടത് ഇത് ഡെമോക്രസിയുടെ പ്രൊട്ടസ്റ്റേഴ്സിൻ്റെ പണിയാണോ അല്ലെങ്കിൽ മത തീവ്രവാദികളുടെ അഴിഞ്ഞാട്ടമാണോ എന്ന് നമ്മൾ ചോദിക്കല്ല, നമ്മൾ ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. അധികം താമസിയാതെ ഇവർ എവിടെയും വലിഞ്ഞു കയറുന്നുള്ളതിന് ഒരു സംശയമില്ല. കാരണം ഹിന്ദു സ്ത്രീകളെ തിരഞ്ഞു നോക്കി കെട്ടിത്തൂക്കിയിട്ട് മർദ്ദിക്കുന്ന വീഡിയോകൾ, അമ്പലങ്ങൾ 48ഓളം അമ്പലങ്ങൾ, ക്ഷേത്രങ്ങൾ നശിപ്പിക്കുമ്പോൾ ഇന്നിവിടെ ആർക്കും കരയാനില്ല. ഇന്ത്യയുടെ തെരുവുകളിൽ അവർക്ക് വേണ്ടി മെഴുകുതിരി കത്തിക്കാൻ ആളില്ല. അതേപോലെ ഒരു സംഗീതജ്ഞൻ്റെ വീട്ടിൽ കയറി അദ്ദേഹത്തിൻ്റെ സംഗീത ഉപകരണങ്ങളൊക്കെ കത്തിച്ച് ചാമ്പലാക്കി. ഒരു സംഗീതം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ദൈവികമായി കിട്ടുന്ന വളരെ അപൂർവ വ്യക്തികൾക്ക് മാത്രം ഉള്ളൊരു സംഗതിയാണ്. അവർക്ക് ഈ സംഗീത ഉപകരണങ്ങൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് അവരുടെ ഗുരുക്കന്മാർ കൊടുത്തതോ അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയതാവും മിക്കവാറും. അപ്പോൾ ഒരു സംഗീതജ്ഞൻ്റെ വീട്ടിൽ കയറി ആക്രമിക്കുന്ന അയാൾ ഹിന്ദുവായിരുന്നു. സംഗീതത്തിനോട് ഇത്രയ്ക്കും വെറുപ്പാണോ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് എന്നാണ് ചോദിക്കേണ്ടത്. പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ള, ഡെമോക്രസി പറഞ്ഞ് കരയുമ്പോൾ ഡെമോക്രസി സ്റ്റുഡൻസാണ്. ഏത് സ്റ്റുഡൻസ് അല്ല ബംഗ്ലാദേശിലെ അഴിഞ്ഞാട്ടം നടത്തിയത്. ഷെയ്ഖ് ഹസീനൻ്റെ വീട്ടിൽ നിന്നിട്ട് അവരുടെ അടിവസ്ത്രങ്ങളെടുത്ത് ഇൻകിലാബ് വിളിക്കുന്നതാണോ സ്റ്റുഡൻസ്? ഇതെല്ലാം മത തീവ്രവാദികളുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെ പറയാം. ഇതാണ് വെസ്റ്റേൺ പൊളിറ്റിക്സ് ഇതിലേക്ക് കയറി കൂടുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. അതാണ് ഇന്ത്യയെ പറ്റിയൊക്കെ നമ്മളെപ്പോഴും പറയുക. ഇന്ത്യയുടെ കുറ്റം പോയി മറ്റൊരു രാജ്യത്ത് പറയുക, ഇന്ത്യൻ്റെ ഇലക്ഷൻ ശരിയല്ല പറയുക. ഇന്ന് എന്താ സംഭവിച്ചവിടെ? ഷെയ്ഖ് ഹസീനയുടെ ഇലക്ഷൻ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയ ഒരു പ്രകടനവും പിന്നെ ആക്രമവുമാണ് നമ്മൾ ആ ബംഗ്ലാദേശിൻ്റെ തെരുവുകളിൽ കാണുന്നത്. അപ്പോൾ അവിടെ സമുദായം നോക്കി ആക്രമിക്കുക. അപ്പോൾ ഇലക്ഷൻ ശരിയല്ല എന്ന് ഒരു രാജ്യത്തിൻ്റെ പറയാൻ വേറൊരു രാജ്യത്തിന് അവകാശമില്ല. അതിന് ആരാണോ ഇവർക്കെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത്, ഇത്രയധികം ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇതിനൊന്നും മതത്തിൻ്റെ പേര് ഉപയോഗിക്കാതെ, ഇതൊന്നും മതം പറഞ്ഞിട്ട് ചെയ്യണമല്ല. ഇവരെയാണ് തീവ്രവാദികൾ എന്ന് ഉറക്കെ വിളിക്കുന്നത്. പിന്നെ ഒരു ക്രിക്കറ്റ് താരത്തിൻ്റെ വീട് അതാക്രമിച്ചു, അയാളെ കൊല്ലാൻ വെച്ചു. ഈ ക്രിക്കറ്റ് കളിച്ച് രാജ്യത്തിന് അഭിമാനമായി മാറിയ ഒരാളെ നമ്മൾ ആക്രമിക്കണമെന്ന് ആലോചിച്ചു. നമുക്കുണ്ട് ക്രിക്കറ്റ് താരങ്ങൾ, നമ്മൾ അവരെയൊക്കെ താരങ്ങളായി ദൈവത്തിൻ്റെ അടുത്ത സ്ഥാനങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. ഇതാണ് ഇന്ന് ബംഗ്ലാദേശ് നടക്കുന്നത്. ഇതാണോ സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റ്? ഡെമോക്രസീനെ നിങ്ങൾ ആധിപത്യം സൃഷ്ടിച്ച ഷെയ്ഖ് ഹസീനയെ മാറ്റുമ്പോൾ ഇതാണോ നിങ്ങൾ പറയുന്ന ഡെമോക്രസി എന്ന് ഈ പറയുന്ന ടെററിസ്റ്റ് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് പറഞ്ഞു തന്നെയാണ്.